ലവ് മാരേജും അറേഞ്ച് മാരേജും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്ട്രക്ചറിലുള്ളതാണ്. അറേഞ്ച് മാരേജ് കുറച്ചുകൂടി ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്, ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് കൂടുതലാണ്. ലവ് മാരേജ് കുറച്ചുകൂടി ഫ്രീ ആണ്, ഫ്രീഡം ഓഫ് ചോയ്സ് അവിടെ ഉള്ളപ്പോൾ ഫ്രജിലിറ്റിയും കൂടുതലാണ്. ദ റിലേഷൻഷിപ്പ് ക്യാൻ ബ്രേക്ക് ഫാസ്റ്റർ. ലവ് ഇസ് ബേസിക്കലി ഇസ് എൻ ഇമോഷൻ. നമ്മൾ മറ്റേതൊരു ഫീലിംഗ് പോലെ, എനിക്ക് ദേഷ്യം തോന്നുക, സങ്കടം തോന്നുക, വിഷമം തോന്നുന്ന പോലെ തന്നെ ഐ ഫീൽ ലവ്, ഐ ഫീൽ എൻ ഇൻറ്റൻസ് ഇമോഷൻ ടുവേർഡ്സ് എ പേഴ്സൺ. ലൈഫ് എന്ന് പറയുന്ന ഒരു ജിക്സോ പസിൽ പോലെയാണ്. ഒരുപോലെ ഇരിക്കുന്ന രണ്ട് പസിലുകൾ ഒരിക്കലും മാച്ച് ആവില്ല. എന്താണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്? എങ്ങനെ ആയിരിക്കണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്? ഞാൻ എൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വ്യക്തിയെ കാണുകയാണ്. അതായത് ഐ എം ഗോയിങ് ടു മീറ്റ് സമ്മൺ ഹു ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു മീ. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിയോടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് ഞാനേ നിൽക്കാനും കഴിയണം. എൻ്റെതെല്ലാം ഞാൻ കൊടുത്തു. ഹൗ ഡു ഐ എക്സിസ്റ്റ് ആസ് മീ വൈൽ ഓൾസോ ബീങ് ഇൻ എ റിലേഷൻഷിപ്പ്? അവിടെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് പ്ലേറ്റോ ഫേസ് എന്ന് സാധാരണ പറയും. ഈ സമയത്താണ് ഇവർ നവ്യ നായർ പറഞ്ഞ ഫേസിലേക്ക് കടക്കുകയും ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ റിലേഷൻഷിപ്പിൽ പേഴ്സൺ ഫീൽസ് ദാറ്റ് ഐ വാണ്ട് സോ ആൻഡ് സോ. എന്നാൽ മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനായിട്ട് നിൽക്കാനും സാധിക്കണം. പൊതുവേ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്സ് ഒരു വ്യക്തിയുടെ ലൈഫിൽ തന്നെ. കോർണർ സ്റ്റോൺ റിലേഷൻഷിപ്പും capstone relationship എന്ന് പറയും. When I tend to feel someone in my own same path, then I tend to feel attracted. Then there's a chance that നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നീങ്ങി തുടങ്ങിയാലോ. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ്, ടോക്സിക് റിലേഷൻഷിപ്പ്, ഈ വേർഡ്സ് ഒക്കെ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് റിലേഷൻഷിപ്പ്? എങ്ങനെയായിരിക്കണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്? എങ്ങനെയൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും റിലേഷൻഷിപ്പിൽ PhD സ്കോളറുമായിട്ടുള്ള ഡോക്ടർ വിൽജോ വിൽസൺ ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വാലന്റൈൻസ് ഡേ വരാൻ പോവാണ്. പ്രണയിക്കുന്ന ഒരു മാസമാണ്, ആളുകൾ പ്രണയിക്കാൻ വെമ്പുന്ന ഒരു മാസമാണ്. ഒരുപാട് പേരോടിപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ്. ഒരുപാട് പേര് റിലേഷൻഷിപ്പിലായവർ കുറച്ചുകൂടി സ്നേഹിക്കാൻ പോകുന്ന ഒരു സമയമാണ്. സോ ഒരുപാട് പേഷ്യൻസിനെ കണ്ട, ഒരുപാട് ആളുകളെ ഹാൻഡിൽ ചെയ്ത ഒരാളെന്ന നിലയിൽ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ചോദിക്കുകയാണ്. ഡോക്ടർ പെർസ്പെക്റ്റീവ് നിന്ന്, ഡോക്ടർ POVന്ന് എന്താണ് അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ലവ്? ലവ് എന്ന് പറയുമ്പം രണ്ട് വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രോജക്റ്റാണെന്ന് ഞാൻ പറയും. ഒറ്റയ്ക്കായിട്ട് ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ, ഇൻഡിപെൻഡൻറ്റ് ഫാമിലികൾ, സെപ്പറേറ്റ് ആയിട്ടുള്ള കൾച്ചറുകൾ, ഇതൊക്കെ മറികടന്ന് രണ്ടുപേരും കൂടെ ചേർന്നൊരു നമ്മളൊരു യൂണിഫോം പാത്തിൽ സഞ്ചരിക്കാൻ പോവുക എന്നൊരു ചിന്തയാണ്. അതിനെയാണ് നമ്മൾ ലവ് എന്ന് പറയുന്നത്. സോ ലവ് ഇസ് ബേസിക്കലി ഇസ് എൻ ഇമോഷൻ. നമ്മൾ മറ്റേതൊരു ഫീലിംഗ് പോലെ, എനിക്ക് ദേഷ്യം തോന്നുക, സങ്കടം തോന്നുക, വിഷമം തോന്നുന്ന പോലെ തന്നെ ഐ ഫീൽ ലവ്, ഐ ഫീൽ എൻ ഇൻറ്റൻസ് ഇമോഷൻ ടുവേർഡ്സ് എ പേഴ്സൺ. അതിനാണ് വി കോൾ ഇറ്റ് ലവ് എന്ന് പറയാം. ഒരു വ്യക്തി ലവ് എന്ന് പറയുമ്പം ഒന്നെന്ന് പറഞ്ഞാൽ വെൻ ഐ എം ഫോളോയിങ് ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ, ഞാൻ എൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വ്യക്തിയെ കാണുകയാണ്. അതായത് ഐ എം ഗോയിങ് ടു മീറ്റ് സമ്മൺ ഹു ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു മീ എന്ന് പറയും. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിയോടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് ഞാനേ നിൽക്കാനും കഴിയണം. ഐ ഷുഡ് ബി ഏബിൾ ടു സസ്റ്റെയിൻ ആസ് മൈ സെൽഫ് വെൻ ഐ എം in a relationship with this person. ഒരുപാട് പേര് നമ്മൾ ചുറ്റിലുള്ള ആളുകളൊക്കെ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ആ റിലേഷൻഷിപ്പൊക്കെ ഹെൽത്തി ആണോ എന്ന് അവർക്കും അറിയില്ല. ചിലർ ആ റിലേഷൻഷിപ്പിൽ പെട്ടുപോയി അതിങ്ങനെ ആയല്ലോ എന്ന് ഓർത്ത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ചില ആളുകൾക്ക് എന്താണ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പോലും അറിയില്ല. സോ എന്താണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്? എങ്ങനെ ആയിരിക്കണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്? നമുക്ക് എങ്ങനെയാണ് സ്വയം തിരിച്ചറിയുക നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത്? രണ്ട് വ്യക്തികൾ തമ്മിലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാകുമ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു രണ്ടുപേരും തമ്മിൽ പരസ്പരം അവരുടെ ഇമോഷൻസിനെ പരസ്പരം ഹാൻഡിൽ ചെയ്യാൻ തക്ക രീതിയിലൊരു പ്രോപ്പർ ചാനലായിരിക്കണം അത്. ഞാനൊരു റിലേഷൻഷിപ്പിലാകുമ്പം എൻ്റെ ഇമോഷൻസ് എല്ലാം എനിക്ക് വിത്തൗട്ട് എനി ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എനിക്ക് കാണിക്കുവാനും എൻ്റെ പാർട്ട്ണർ ഞാൻ കാണിക്കുന്ന ഇമോഷൻസിനെല്ലാം അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും അത് റെസിപ്രോക്കേറ്റ് ചെയ്യാനും സാധിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ബിക്കംസ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിൽ എനിക്ക് എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം അവിടെ ഉണ്ടാവണം. അപ്പം ഐ ഷുഡ് നോട്ട് ബി അഫ്രെയ്ഡ് ദാറ്റ് ഞാൻ ഇന്ന കാര്യം പറഞ്ഞാൽ ഷീ മൈറ്റ് ഫീൽ ബാഡ് അല്ലെങ്കിൽ ഹീ മൈറ്റ് ഫീൽ ബാഡ്, അതിൻ്റെ പേരിൽ എന്നെ ജഡ്ജ് ചെയ്യും എന്നൊരു ഫിയർ അവിടെ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ്സ് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3 എന്ന് വെച്ചാൽ ദർ ഷുഡ് ബി എ ഫെയർ എമൗണ്ട് ഓഫ് ഇൻറ്റിമസി. ഇൻറ്റിമസി എന്ന് ഉദ്ദേശിക്കുമ്പം സെക്ഷൽ ആയിട്ടുള്ള ഇൻറ്റിമസി മാത്രമല്ല, ഇൻറ്റിമസി ഗോസ് ബിയോണ്ട് സെക്സ് എന്നുള്ളതാണ്. സോ emotional intimacy, me and the person should be able to accept each other.
ഷുഡ് ബി ഏബിൾ ടു ലവ് ഈച്ച് അതർ വിത്തൗട്ട് എനി ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്സ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ വെരി ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുക. ഞാനൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ഐ ഷുഡ് ഫീൽ അറ്റ് ഈസ് ഓഫ് മൈൻഡ്. കാര്യം നമ്മളെപ്പോഴും ഒരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നിൽ ഞാൻ ആക്സസ് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടാവും. അതായത് എനിക്ക് എന്നെ അറിയാവുന്ന ഒരു പാർട്ടുണ്ട്, അതല്ലാതെ ദർ ആർ പാർട്സ് ഓഫ് മീ വിച്ച് ഈവൻ ഐ എം നോട്ട് അവെയർ ഓഫ്. അപ്പോൾ ആ പാർട്ടുകൾ ഞാൻ പലപ്പോഴും മറ്റൊരു വ്യക്തിയിൽ അന്വേഷിക്കും. ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പം ഇൻട്രോവേർട്ടുകളായ വ്യക്തികൾക്ക് എക്സ്ട്രോവേർട്സിനോടൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ ചില എക്സ്ട്രോവേർട്ടുകളായ വ്യക്തികൾക്ക് ഇൻട്രോവേർട്സിനെ കാണുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, ദാറ്റ് എന്നിലില്ലാത്ത എന്തോ ഈ വ്യക്തിയിലുണ്ട് എന്ന് പറയും. ഇൻട്രോവേർട്ടുകൾ എക്സ്ട്രോവേർട്ടിൽ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് അത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. സോ ഈ വ്യക്തിയിൽ കാണുമ്പം ഐ ഫീൽ എ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു ദിസ് പേഴ്സൺ ആൻഡ് സോ ഐ വാണ്ട് ദിസ് പേഴ്സൺ. അപ്പം എൻ്റെ ആ ഒരു സോഷ്യൽ ഇൻട്രോവേർഷനും ഈ വ്യക്തിയുടെ ആ എക്സ്ട്രോവേർഷൻ കൂടെ ചേരുമ്പോഴാണ് ഞങ്ങൾ തമ്മിലൊരു പെർഫെക്റ്റ് റിലേഷൻ ആവുക. ആൻഡ് ദിസ് ഇസ് വാട്ട് ദി ഇൻട്രോവേർട്ട് തിങ്സ്. എക്സ്ട്രോവേർട്ടുകൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ ഞാനെല്ലാം പുറത്ത് സംസാരിക്കുന്നെങ്കിലും ഈ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുമ്പം ഈ വ്യക്തി എന്നെക്കാളും കുറച്ചുകൂടെ ഇൻ്റലക്ച്വലി മെച്യൂറാണ്, കുറച്ചുകൂടെ ആളുടെ ഒരു ഇന്നർ വേൾഡ് കുറച്ചുകൂടെ റിച്ച് ആണ് എന്ന് തിങ്ക് ചെയ്യും. അപ്പം എക്സ്ട്രോവേർട്സിനും ഇൻട്രോവേർട്സിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നും. അപ്പം ഈ ഓപ്പോസിറ്റ് ഓൾവേസ് അട്രാക്ട്സ് ഇൻ റിലേഷൻഷിപ്സ്. ഡെഫിനറ്റ്ലി യെസ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരേപോലെ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ ഒരുപോലെ ഇരിക്കുന്ന വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ല രീതിയിൽ മുമ്പോട്ട് നീങ്ങില്ല. ബിക്കോസ് ലൈഫ് എന്ന് പറയുന്ന ഒരു ജിക്സോ പസിൽ പോലെയാണ്. ഇപ്പം ഒരുപോലെ ഇരിക്കുന്ന രണ്ട് പസിലുകൾ ഒരിക്കലും മാച്ച് ആവില്ല. ഒരു പസിലുള്ള ആ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പസിലിന് കയറി ചെയ്യാൻ പറ്റണം, കയറി ഫിറ്റ് ചെയ്യാൻ പറ്റണം. സോ അതുപോലെയാണ് റിലേഷൻഷിപ്സ്. എന്നിലില്ലാത്ത പാർട്ടുകളാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. സോ അതിൽ ഉള്ളൊരു വ്യക്തിയെ കാണുമ്പം ഐ ഫീൽ അട്രാക്ട്. സോ ഈ വ്യക്തി ക്യാൻ മേക്ക് മൈ ലൈഫ് കംപ്ലീറ്റ് എന്ന് പറയും. ഇപ്പോൾ പല വ്യക്തികൾ എപ്പോഴും എല്ലാവരും പറയുന്നതാണ് ഹി ഹെൽപ്സ് മീ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ എന്ന് പറയും. സോ എ ബെറ്റർ പേഴ്സൺ മീൻസ് ലൈക്ക് ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഐ വാണ്ട് ടു മൂവ് ടുവേർഡ്സ് എ ബെറ്റർ പാർട്ട് ഓഫ് മൈ സെൽഫ്. അതിന് ഈ വ്യക്തിയെ സഹായിക്കും എന്ന് വ്യക്തികൾ പറയും. സോ ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ ലുക്ക് ഫോർ ഇൻ റിലേഷൻഷിപ്സ്. ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് കൂടുതലാണ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പം ജെൻഡറിൻ്റെ വ്യത്യാസം പറയുന്നല്ലെങ്കിലും സ്ത്രീകളുടെ എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഹൈ ആണ് റിലേഷൻഷിപ്പിൽ. അവരൊരുപാട് സർപ്രൈസ് ആഗ്രഹിക്കും, അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഹൈ ഉണ്ട്. സോ എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഗേൾ ഇൻ എ റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും സെയിം ആണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഈ വ്യക്തികളിൽ ലവ് ലാംഗ്വേജസ് ഉണ്ട്. ഐ മീൻ ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് കീപ്സ് മീ ത്രിൽഡ്, ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് കീപ്സ് മീ ഹാപ്പി. ചിലർക്കിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് ആ ഒരു സ്പോണ്ടേനിറ്റി ആയിരിക്കാം. ഐ ഡോണ്ട് വാണ്ട് ലൈഫ് ടു ബി സോ പ്രഡിക്റ്റബിൾ, ഐ വാണ്ട് തിങ്സ് ടു ചേഞ്ച്, തിങ്സ് ടു ബി ഡിഫറെൻറ്റ് എന്ന് ചിലർ തിങ്ക് ചെയ്യും. ചിലർക്ക് ആ ഒരു എക്സ്ട്രാ കെയർ കിട്ടുന്നതായിരിക്കും ചിലർക്ക് ഒരു പ്രത്യേക ഇഷ്ടം. സോ എവറി പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ഫീലിംഗ് കംപ്ലീറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പം അത് ആ പാർട്ട്ണറിൽ നിന്ന് കിട്ടുമ്പോൾ ദേ ഫീൽ സോ ഹാപ്പി. അപ്പം ഇതിനകത്ത് ഒരു കോമഡി എന്ന് പറയുന്നത്, ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ റിലേഷൻഷിപ്പിൽ എ പേഴ്സൺ ഫീൽസ് ദാറ്റ് ഐ വാണ്ട് സോ ആൻഡ് സോ, അത് ഐ വാണ്ട് എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് അഫെക്ഷൻ ഇൻ എ റിലേഷൻഷിപ്പ്. എനിക്കൊരു റിലേഷൻഷിപ്പിൽ എനിക്കൊരു അട്രാക്ഷൻ വേണം, ദിസ് പേഴ്സൺ ഷുഡ് ഫീൽ വാവ്, അല്ലെങ്കിൽ ഐ ഷുഡ് ഫീൽ വാവ് വെൻ ഐ എം വിത്ത് ദിസ് പേഴ്സൺ. എന്നാൽ മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പം എനിക്ക് ഞാനായിട്ട് നിൽക്കാനും സാധിക്കണം. സോ ഇറ്റ്സ് എക്സ്പെക്ടിങ് ടു ഡിഫറെൻറ്റ് തിങ്സ് അറ്റ് ദ സെയിം ടൈം. എനിക്ക് ഐ വാണ്ട് ടു ഫീൽ അറ്റാച്ച്ഡ് to this person, at the same time I also want to feel free, I want to feel adventurous, I want to feel myself. So ഇത് രണ്ടും ഒരുപോലെ റിലേഷൻഷിപ്പ് തേടാൻ ആൾക്കാർ നോക്കും. ഇവിടെ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണ് പീപ്പിൾ ടെൻഡ് ടു ഫീൽ ദാറ്റ് സംതിങ് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് ചിന്തിക്കുക. സോ ഐ ഓൾവേസ് ഫീൽ ദാറ്റ് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആസ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഈവൻ ഇൻ സെയിം സെക്സ് റിലേഷൻഷിപ്സിൽ പോലും, ഈവൻ ഏതിലൊരു പാർട്ട്ണർ, ഇപ്പോൾ പുരുഷന് പ്രായം കൂടിയ റിലേഷൻഷിപ്പ് നമ്മൾ കാണാറുള്ളത്, even in parts where if the woman is elder and the man is younger, relationships in the normal rules remain the same in all. So it's all about, from one side I expect something from you, and that is the whole reason why I am with you. At the same time, as much as you are giving me, you should also allow me to be myself. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വെച്ച് ഇറ്റ്സ് ബിക്കംസ് വെരി ടഫ്, ബട്ട് ദെൻ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഈ രണ്ട് കോമ്പിനേഷനും ഉള്ള ഒരാളെ നമുക്ക് കിട്ടുമോ? അങ്ങനെ ഈ രണ്ടും കോമ്പിനേഷനുള്ള ഒരാളെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും.
പൊതുവേ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദർ ആർ 2 kinds ഓഫ് റിലേഷൻഷിപ്സ് ഒരു വ്യക്തിയുടെ ലൈഫിൽ തന്നെ. ഒന്ന് കോർണർ സ്റ്റോൺ റിലേഷൻഷിപ്പും ഒന്ന് ക്യാപ് സ്റ്റോൺ റിലേഷൻഷിപ്പ് എന്ന് പറയും. കോർണർ സ്റ്റോൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദോസ് റിലേഷൻഷിപ്സ് വിച്ച് ഹെൽപ്പ് മീ ടു ബിക്കം മൈസെൽഫ്. ചെറിയ ഏജിലുണ്ടാകുന്ന റിലേഷൻസ്, മേ ബി കോളേജ് ഡേയ്സിലാവാം, ഹൈ സ്കൂൾ ഡേയ്സിലാകാം, അല്ലെങ്കിൽ ഇൻ യുവർ ഏർലി 20s. അതായത് നമ്മളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ്, ഇപ്പം നമ്മൾ പറയില്ലേ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു, ആ റിലേഷൻഷിപ്പാണ് നമ്മളാക്കി മാറ്റി, ആ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണോ? നമ്മളെ മേക്ക് ചെയ്യുന്ന റിലേഷൻഷിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഞാനെന്ന വ്യക്തി ഐ ഹവ് ഗ്രോൺ അപ്പ്, ഞാൻ ചൈൽഡ്ഹുഡിൽ നിന്ന് ടീനേജ് അഡോളസൻസിൽ വന്നു. നൗ ഐ ഫീൽ ദിസ് ഇസ് ദ ടൈം. എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഐ ടെൻ ടു ഫീൽ പെർട്ടിക്കുലർ ലെവൽ ഓഫ് അട്രാക്ഷൻ. ഈ അട്രാക്ഷനിലൂടെ ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് ഞാൻ കയറുകയാണ്. കയറി കഴിയുമ്പം ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിലൂടെ ദെൻ ഐ സ്റ്റാർട്ട് ടു ബിൽഡ് മൈ സെൽഫ്, എൻ്റെ ഐഡൻറ്റിറ്റി. റിലേഷൻഷിപ്സിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാം, നമ്മൾ റിലേഷൻഷിപ്പിൽ കയറുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിൽ പോലും കാണാത്ത പല ആസ്പെക്ട്സ് അവിടെ കണ്ടു തുടങ്ങും. ഫോർ എക്സാമ്പിൾ, സോ ഐ മീൻ റിലേഷൻഷിപ്പ് വിത്ത് എ പേഴ്സൺ, എനിക്കറിയില്ലായിരുന്നു ഞാൻ എത്ര പൊസസീവ് ആവും എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഐ ഹാവ് ദിസ് മച്ച് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡിമാൻഡ്സ്. എനിക്കൊരിക്കലും ഞാൻ ചിന്തിക്കാത്ത പോലുള്ള പല ഇമോഷൻസാണ് എനിക്ക് ഈ റിലേഷൻഷിപ്സ് ഫീൽ ചെയ്യുന്നത്. വിച്ച് മേക്സ് മീ ഫീൽ ദാറ്റ് ഓക്കെ, ഈ ഒരു സൈഡും എനിക്കുണ്ട്. നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന, നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുകയും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അവന്യൂസ് ആണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്. ഞാൻ തിരിച്ച് കോർണർ സ്റ്റോണിലേക്ക് വരാം. കോർണർ സ്റ്റോൺ എന്ന് പറയുമ്പം ഐ സ്റ്റാർട്ട് ടു ഫൈൻഡ് ഔട്ട് മൈ ഓൺ ഐഡൻറ്റിറ്റി ത്രൂ ദിസ്. ചെറിയ ഏജിലുള്ള റിലേഷൻഷിപ്പിൽ ബോത്ത് പാർട്ടീസ് ഗ്രോ ടുഗെദർ. രണ്ടുപേരും അവരവരുടെ ഐഡൻറ്റിറ്റി സെറ്റ് ചെയ്തു, അവരവരുടെ കരിയറിലേക്ക് കാലെടുത്ത് വെച്ചു, ആൻഡ് ആ റിലേഷൻഷിപ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും. പക്ഷെ എന്നാൽ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ദർ ഇസ് സംതിങ് എൽസ് ദാറ്റ് ഹാപ്പൻസ് വിച്ച് ഇസ് നോൺ ആസ് എ ക്യാപ് സ്റ്റോൺ റിലേഷൻ. ക്യാപ് സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിൽ ചെറി വെക്കുന്നത് പോലെ, വൺസ് യു ബിൽറ്റ് ദ ഐഡൻറ്റിറ്റി, ഒരു 30s 40s ഒക്കെ ആകുമ്പം വെൻ യു സ്റ്റാർട്ട് ടു മീറ്റ് സമ്മൺ ഹൂ ഈസ് മിററിങ് യു, എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ ഇതേ ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തി, എൻ്റെ അതേ യാത്ര ചെയ്യുന്ന വ്യക്തി, എൻ്റെ അതേ കരിയറിലുള്ള വ്യക്തി, ഇറ്റ് കുഡ് ബി എനിത്തിങ്. ആ വ്യക്തികളോട് അട്രാക്ഷൻ തോന്നാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ദോസ് ആർ ക്യാപ് സ്റ്റോൺ റിലേഷൻസ് എന്ന് പറയും. എല്ലാ വ്യക്തികളും ഈ ഫേസസിലൂടെ കടന്നു പോകും. ഇതിൻ്റെ അർത്ഥം എന്നെ പോലൊരു വ്യക്തിയെ കണ്ടതുകൊണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന നിർബന്ധമില്ല, ബട്ട് ഐ ക്യാൻ ഫീൽ അട്രാക്റ്റഡ്. സോ വൺ റിലേഷൻഷിപ്പ് ഹെൽപ്പ് മീ ടു ബിൽഡ് മൈ സെൽഫ്, ആൻഡ് ദെൻ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിയുമ്പം വെൻ ഐ ടെൻ ടു ഫീൽ സമ്മൺ ഇൻ മൈ ഓൺ സെയിം പാത്ത്, ദെൻ ഐ ടെൻ ടു ഫീൽ അട്രാക്റ്റഡ്. ദെൻ ദർ ഇസ് എ ചാൻസ് ദാറ്റ് എന്നാൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നീങ്ങി തുടങ്ങിയാലോ. കുറേ മുന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരിക്കലും അറേഞ്ച് മാരേജ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കോളേജ് സമയത്തൊക്കെ ആളുകൾ പറയും ഇനി ഒരിക്കലും അറേഞ്ച് മാരേജ് ചെയ്യാൻ പറ്റില്ല, ലവ് മാരേജ് മാത്രമേ, ഇപ്പം മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ലവ് മാരേജ് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സെയിം ആളുകൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, ഒരു അഡൽട്ട്ഹുഡ് എത്തിക്കഴിഞ്ഞാൽ, ഒരു മെച്യൂരിറ്റീൻ്റെ പീക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പറയും ലവ് മാരേജ് വേണ്ട, നമുക്കിങ്ങനെ പാരൻസൊക്കെ ആലോചിച്ചുള്ള ഒരു അറേഞ്ച് മാരേജ് മതി, അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക ആളുകളും, മെജോറിറ്റി ഓഫ് ആളുകൾ ചൂസ് ചെയ്യുന്നത് അറേഞ്ച് മാരേജ് ആണ്. അവരതിലാണ് ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ് ലവ് മാരേജിൽ നിന്ന് അറേഞ്ച് മാരേജിലേക്കുള്ള ഒരു കംഫർട്ട്? ലവ് മാരേജും അറേഞ്ച് മാരേജും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്ട്രക്ചറിലുള്ളതാണ്. അറേഞ്ച് മാരേജ് കുറച്ചുകൂടി ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്, ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലാണ്. ഫാമിലി, ഇമ്മീഡിയറ്റ് ഫാമിലി ആയാലും സറൗണ്ടിങ് ഫാമിലി ആയാലും, ആൻഡ് റിലേറ്റീവ്സ് ഇൻവോൾവ് ആണ്. ഇറ്റ്സ് എ ഹോൾ സ്ട്രക്ചർ അബൌട്ട് ആൻ അറേഞ്ച് മാരേജ്. അപ്പോൾ ചില വ്യക്തികൾക്ക് ആ ഒരു സ്ട്രക്ചറിനുള്ളിൽ നിൽക്കുമ്പം ദേ ഫീൽ മോർ സേഫ്, ദേ ഫീൽ ദാറ്റ് യുനോ, കാര്യം ഞാൻ മാത്രമല്ല ഇവിടെ അക്കൗണ്ടബിൾ, ഇതിൻ്റെ ഒപ്പം എൻ്റെ പേരൻസ് ആയാലും കുട്ടിയുടെ പേരൻസ് ആയാലും അല്ലെങ്കിൽ പയ്യൻ്റെ പേരൻസ് ആയാലും ദർ ഇസ് എ ലോട്ട് മോർ അക്കൗണ്ടബിലിറ്റി ഇൻ ദിസ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഉള്ള സമയത്ത് ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ള ഫീലിങ്ങിലാണ് അറേഞ്ച് മാരേജിലേക്ക് ആൾക്കാർ കൂടുതൽ നീങ്ങുന്നത്. വേറെ ലവ് മാരേജ് കുറച്ചുകൂടെ ഫ്രീ ആണ്. ലവ് മാരേജിൽ എൻ്റെ ചോയ്സ് ആയിരുന്നല്ലോ, ഐ ചൂസ് ദിസ് പേഴ്സൺ. അപ്പം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അത് ഫ്രജൈലാണ് കുറച്ചുകൂടെ. അപ്പം ഫ്രീഡം ഓഫ് ചോയ്സ് അവിടെ ഉള്ളപ്പോൾ ഫ്രജിലിറ്റിയും കൂടുതലാണ്. ദ റിലേഷൻഷിപ്പ് ക്യാൻ ബ്രേക്ക് ഫാസ്റ്റർ വിത്തൗട്ട് സ്ട്രക്ചർ. ലവ് റിലേഷൻഷിപ്സിൽ കയറുകയും പീപ്പിൾ ടെൻ ടു എൻജോയ് ആൻഡ് എക്സ്പ്ലോർ ദാറ്റ്. പക്ഷേ അറേഞ്ച് മാരേജിൻ്റെ സ്ട്രക്ചറോടെ കൊണ്ടുവരുമ്പം ഇറ്റ് മേക്സ് ദാറ്റ് ബോണ്ട് മോർ സോളിഡ് എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് അവർ ഈ അറേഞ്ച് മാരേജിലേക്ക് കൂടുതൽ നീങ്ങുന്നത്. നവ്യ നായർ എന്ന നടിയെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു നടി എന്ന രീതിയിൽ അവർ ആദ്യം ഫിലിമിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നവ്യ നായർക്ക് ഒരുപാട് സ്ത്രീ ആരാധകർ കൂടുതലാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അവർ ഇൻസ്പിറേഷനാണ്.
നവ്യ നായറിന് കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരോട് ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആഫ്റ്റർ മാരേജ് അഭിനയിക്കുമോ, വർക്ക് ചെയ്യുമോ? അപ്പോൾ നവ്യ നായരുടെ ഉത്തരം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ അഭിനയിക്കാം, പുള്ളിയോട് ചോദിച്ചിട്ട് ഞാൻ അഭിനയിക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം അവർ പറയുന്നു, ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്, കരിയർ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഒരു വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു വയസ്സും വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഏജിലുള്ള അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചും കൂടി ഉണ്ട്. പക്ഷെ അവർ വ്യക്തമായൊരു പോയിന്റ് പുട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് റിലേഷൻഷിപ്പിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്, അഡ്ജസ്റ്റ്മെൻ്റ് അല്ലാന്ന്. ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് വേണം, എത്രത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് വേണം? റിലേഷൻഷിപ്പിൽ രണ്ടും വേണം, അണ്ടർസ്റ്റാൻഡിങ്ങും വേണം, അഡ്ജസ്റ്റ്മെൻറ്റും വേണം. ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും നോർമലി അതൊരു 3 ഫേസിലൂടെ കടന്നു പോകും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഹണിമൂൺ ഫേസ് എന്ന് പറയും, വിച്ച് ഈസ് ദ ഈസിയസ്റ്റ് ആൻഡ് ദ സ്വീറ്റസ്റ്റ് പാർട്ട് ഓഫ് എ റിലേഷൻഷിപ്പ്. ഹണിമൂൺ ഫേസിൽ 2 വ്യക്തികൾ തമ്മിൽ കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമ്പം ഞാൻ ആഗ്രഹിച്ച ക്വാളിറ്റീസ് എല്ലാം ഉള്ള വ്യക്തി, അതുപോലെ തന്നെ തിരിച്ചും. അത് ഒന്നിൽ സൗന്ദര്യമാകാം, ഇമോഷണൽ മെച്യൂരിറ്റി ആകാം, നല്ല കരിയർ ആകാം, ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആകാം, ഹൈലി വെൽത്തി ആയിട്ടുള്ള വ്യക്തിയാകാം. ഓരോരുത്തരും കാണുന്നത് ഓരോന്നാണ്. ഈ വ്യക്തിയെ കണ്ടു, ഞാൻ ആഗ്രഹിച്ച ക്വാളിറ്റീസ് ഈ വ്യക്തിയിലുണ്ട്, ലെറ്റ് us സ്റ്റാർട്ട് എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഭയങ്കര ഈസിയാണ്. കാര്യം ഹണിമൂൺ ഫേസിൽ ജസ്റ്റ് ബി നൈസ്, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു സ്കിൽ സെറ്റ് അവിടെ വേണ്ട. അപ്പം ദർ ഇസ് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ദർ. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, ആക്സെപ്റ്റൻസും ഇല്ല, ഒന്നുമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് യു മൈ ലവ് ആൻഡ് ഐ എക്സ്പെക്ട് യു ടു ഗിവ് മി യോഴ്സ് എന്ന്. സോ ദാറ്റ് മൂവ്സ്. പക്ഷേ റിലേഷൻഷിപ്സിനൊരു എവല്യൂഷൻ ഉണ്ട്. ഏതൊരു റിലേഷൻഷിപ്പും അത് മുമ്പോട്ട് നീങ്ങുമ്പം ഇറ്റ് ടെൻസ് ടു ചേഞ്ച് ദ ടെക്സ്ചർ. ഒരു 6 മാസം മുതൽ 2 വർഷം വരെ ആയിരിക്കും ഈ ഹണിമൂൺ ഫേസ് നിൽക്കുക. നമ്മൾ റിലേഷൻഷിപ്പ് ഉള്ള എല്ലാവർക്കും അറിയാം, തുടക്കത്തിൽ ഉണ്ടാവുന്ന ത്രില്ലൊന്നും പിന്നീട് ഉണ്ടാവാറില്ല അല്ലേ. കുറച്ചൊക്കെ ഒരു വിയർ ആൻഡ് ടയർ വരാറുണ്ട്. 100% എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും. അപ്പം തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഗുഡ് ഫേസ് എന്ന് വെച്ചാൽ ഐ ഹാഡ് ദറ്റ് വാവ് ഫീൽ, യുനോ എവറിത്തിങ് വാസ് സോ നൈസ്, സോ അമേസിങ്. അന്നേരം ഞാൻ അഭിനയവും നിർത്തും, എൻ്റെ എല്ലാം നിർത്തി കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ പാർട്ട്ണറിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു നിമിഷമാണ്. എന്നാൽ ഇത് മുമ്പോട്ട് നീങ്ങുമ്പോൾ കുറച്ച് എനിക്ക് തോന്നും എൻ്റെതെല്ലാം ഞാൻ കൊടുത്തു, ഞാൻ കംപ്ലീറ്റ്ലി എന്നെ തന്നെ ആ റിലേഷൻഷിപ്പിലേക്ക് ഓവർ പോർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനെന്ന വ്യക്തി ഇവിടെ ഇല്ലല്ലോ. ഹൗ ഡു ഐ റീക്ലെയിം മൈ സെൽഫ്? ഹൗ ഡു ഐ എക്സിസ്റ്റ് ആസ് മീ വൈൽ ഓൾസോ ബീങ് ഇൻ എ റിലേഷൻഷിപ്പ്? അവിടെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ പ്ലേറ്റോ ഫേസ് എന്ന് സാധാരണ പറയും. പ്ലേറ്റോ ഫേസ് എന്ന് പറയുമ്പോൾ ആദ്യകാലത്തെ പോലെ ആ ഗ്രാഫ് മുകളിലോട്ട് പോകുന്നില്ല, കുറച്ചുകൂടെ അത് ഒരു ലെവൽ ഫേസിലേക്ക് വന്നു. പ്ലേറ്റോ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും, ഞാൻ ആദ്യം പ്രേമിച്ച വ്യക്തി അല്ലല്ലോ ഇത്, അല്ലെങ്കിൽ ഞാൻ കണ്ട ക്വാളിറ്റീസ് മാത്രമല്ല, ആൾക്ക് വേറെയും ക്വാളിറ്റീസ് ഉണ്ട് വിച്ച് ആർ നോട്ട് വെരി അക്സെപ്റ്റബിൾ ടു മീ. അതുമല്ല എങ്കിൽ ഞാൻ ആദ്യം കണ്ട പല ക്വാളിറ്റീസ് ജെനുവിൻലി വ്യക്തി കാണിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. മേ ബി ദേ ഇസ് മിമിക്കിങ് സംതിങ്. അതാണ് ആളുകൾ പറയുന്നത്, അന്ന് കണ്ട പോലെയല്ലോ എന്നുള്ളത്. നിങ്ങൾ കുറേ ചേഞ്ച് ആയി. അബ്സല്യൂട്ട്ലി അതെ, നിങ്ങൾ കുറേ ചേഞ്ച് ആയെന്ന് വെച്ചാൽ എല്ലാവരും ചേഞ്ച് ആയി. ചേഞ്ച് ചെയ്യുന്നതല്ല, ഞാൻ എപ്പോഴും പറയും, ഞാൻ സ്നേഹിച്ച വ്യക്തി നല്ല ഒറിജിനൽ ജെനുവിൻ ആയിരുന്നു, ഇപ്പോഴത്തെ ഈ വ്യക്തി ഒത്തിരി ചേഞ്ച് ആയെന്ന് ആൾക്കാർ പറയും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഈ കാണുന്ന വ്യക്തിയാണ് ജെനുവിൻ വ്യക്തി. ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ അവർ കുറച്ചുകൂടെ നല്ലതായിട്ട് ആക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അഭിനയം എന്ന് വീണ്ടും പറയുമ്പോൾ ദർ വാസ് എ ലോട്ട് ഓഫ് ഹോർമോൺസ് ആൻഡ് they wanted this relationship. സോ കുറച്ചുകൂടെ അവർ ഓവർ എഫേർട്ടുകൾ ഇട്ടു ചെയ്തു എന്നുള്ളതാണ്. അപ്പം സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ മിക്കവാറും സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ ഒന്നില്ല റിലേഷൻഷിപ്പ് കുറച്ച് സീനിയർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാം. സോ ഈ വ്യക്തി എൻ്റെതായി കഴിഞ്ഞു, ഇനി ഞാൻ കുറച്ചുകൂടെ എൻ്റെ തനിനിറം എനിക്ക് കാണിക്കാം എന്നൊരു തോട്ട് പ്രോസസ്സിലേക്ക് വരും. ഇവിടെയാണ് പാർട്ട്ണർക്ക് ചെറുതായിട്ടൊന്ന് ടോണ്ട് ആവാൻ തുടങ്ങുന്നത്. സംതിങ് ഈസ് റോങ് ഇൻ ദ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഷൈനിങ് ആസ് ഹൗ ഇറ്റ് വാസ് ബിഫോർ. ചിലർ അന്നേരം അവിടുന്ന് ചാടാൻ തുടങ്ങും. ഐ എം ഡൺ, ഐ എം ഫെഡ് അപ്പ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്ന് വിചാരിച്ച സം പീപ്പിൾ ടെൻഡ് ടു ജമ്പ് ഇൻ ടു ന്യൂ റിലേഷൻ. അല്ലാത്തവർ ഒരു ലെവലിൽ ഇങ്ങനെ അങ്ങ് പോകും, ഇതൊക്കെ ഉള്ളൂ റിലേഷൻ എന്ന് പറയുന്നത്. നൗ ലെറ്റ് മീ ഫോക്കസ് ഓൺ സംതിങ് എൽസ്. അപ്പോൾ ചിലർ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യും, ചിലർ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ തുടങ്ങും. കുട്ടികളുള്ള കേസിൽ ചിലർ ഓവറായിട്ട് കുട്ടികളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഇവർ ഓൾറെഡി ഫോക്കസ്ഡ് ആയിട്ടിരുന്ന റിലേഷൻഷിപ്പ് ഇസ് നോ ബിക്കമിങ് ടു ഹെവി ഓൺ ദം. ആൻഡ് ദിസ് ഈസ് ദ കേസ് ഓഫ് എവരി വൺ. നവീനേറിന് മാത്രമല്ല, എല്ലാ വ്യക്തികളുടെയും കേസ് ഇങ്ങനെയാണ്.
സോ ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പം യു ടെൻ ടു ഫീൽ ദാറ്റ് റിലേഷൻഷിപ്പ് മാത്രമല്ല എൻ്റെ ലൈഫിൽ. ഞാനെന്ന വ്യക്തി നിൽക്കുമ്പോൾ ദർ ആർ മച്ച് മോർ തിങ്സ് വിച്ച് ആർ മോർ മീനിങ് ഫുൾ ടു മീ. അതെ. ഒരു ജീവിതം മൊത്തം ഇറ്റ്സ് നോട്ട് ടു ഗീവ് എവറിഥിങ് ടു മൈ പാർട്ട്ണർ ആൻഡ് സ്റ്റേ ലൈക്ക് ദാറ്റ്. ഐ നീഡ് ടു റീക്ലെയിം മൈ സെൽഫ്. എനിക്കിഷ്ടമുള്ള കരിയർ എനിക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഐ നീഡ് ടു മേക്ക് വെൽത്ത് സംടൈംസ്. ഐ നീഡ് ടു ബി എ ഗുഡ് പേരൻറ്റ് ടു മൈ ചിൽഡ്രൻ ആൻഡ് സോ മെനി തിങ്സ്. ഈ സമയത്താണ് ഇവർ നവ്യ നായർ പറഞ്ഞ ഫേസിലേക്ക് കടക്കുകയും, എന്നാൽ ഈ ഫേസിൽ നമ്മളിതൊക്കെ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ റിലേഷൻഷിപ്പിനെ എൻ്റെ കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും വേണം. സെക്കൻഡ് പാർട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇമോഷണൽ അക്കൗണ്ടബിലിറ്റി വേണം. എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ കാണിക്കുന്ന ഏത് ഇമോഷനാണെങ്കിലും, ഞാൻ അവിടെയൊക്കെ ഞാൻ വിടുന്ന ഇമോഷൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഹൗ ഡു ഐ എക്സിസ്റ്റ് ഇൻ ദ റിലേഷൻഷിപ്പ്, ഐ എം അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്. ഞാൻ എങ്ങനെ എൻ്റെ പാർട്ട്ണറെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു, ഐ എം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അല്ലാതെ ഐ എം നോട്ട് ഗോയിങ് ടു ക്രിട്ടിസൈസ് മൈ പാർട്ട്ണർ ഫോർ ഇറ്റ്. ഈ റിലേഷൻഷിപ്പ് ഞാൻ എങ്ങനെയാണോ, ഇറ്റ്സ് മീ. അറ്റ് ദ സെയിം ടൈം ഐ എം ഗോയിങ് ടു ഫൈൻഡ് സംതിങ് മീനിങ് ഫുൾ ഇൻ മൈ ലൈഫ്. ഇതാണ് സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടും കഴിഞ്ഞ് തേർഡ് പാർട്ടിലേക്ക് വരുമ്പം കൂടുതൽ വ്യക്തികൾ എന്താ ചെയ്യുക, ഈ ഞാൻ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിൻ്റെ വെയിറ്റ് എനിക്ക് കൂടുതലാണ്. സോ ദേ ലീവ് ദ റിലേഷൻഷിപ്പ് ദർ ആൻഡ് ദേ ഫോക്കസ് ഓൺ ഓൾ ദീസ് തിങ്സ്. അങ്ങനെയാണ് കൂടുതൽ പേരും ചെയ്യുക. കംപ്ലീറ്റ്ലി ആ പാർട്ട് അവിടെ നിൽക്കുക. ഒരു ഹസ്ബൻഡ് ഉണ്ട് അല്ലെങ്കിൽ വൈഫുണ്ട്, അതവിടെ ഉണ്ടല്ലോ. ഫോർ മീ ദിസ് ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് എന്ന് തിങ്ക് ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിവിടെ ബ്ലീഡ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ തേർഡ് ഫേസിലേക്ക് പോവാം. തേർഡ് ഫേസ് എന്ന് പറയുമ്പം കുറച്ചുകൂടെ ചില റിലേഷൻഷിപ്സിൽ വഴക്കുണ്ടാവുക, ട്രോമ ഉണ്ടാവുക, ആൻഡ് ഓൾമോസ്റ്റ് എൻ്റെ ഒരു ബ്രേക്കപ്പ് ഫേസിലേക്ക് പോകും. ഇഫ് യു ഡു നോട്ട് ടേക്ക് കെയർ ഓഫ് ദ റിലേഷൻഷിപ്പ്, അക്കൗണ്ടബിലിറ്റി എടുത്തില്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കേജ് ഫേസിലേക്ക് പോകും. ഈ സമയത്താണ് അവർ കൗൺസിലർ അടുത്തേക്ക് വരും. സംതിങ് ഇസ് സീരിയസ്ലി റോങ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഈ സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടുമാണ്. നിങ്ങളുടെ ഹണിമൂൺ ഫേസും പ്ലേറ്റോ ഫേസിനെക്കാട്ടിലും ഡിഫിക്കൽട്ടാണ് ഈ ബ്രേക്ക് ഡൗൺ ഫേസിൽ ഒരു തെറാപ്പിസ്റ്റിന് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഫേസിൽ മിക്ക സമയങ്ങളിലും ഒരു പാർട്ട്ണറെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ റിലേഷൻഷിപ്പ് എനിക്ക് മതിയായി, ഐ നീഡ് ടു മൂവ് ഓൺ എന്ന് തിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാർട്ട്, മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് ഹാപ്പൻസ്. ആ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു കൗൺസിലർക്കും ഒരു സൈക്കോളജിസ്റ്റിനും ആ ഒരു പോയിന്റിൽ നിന്ന് അതിനെ സേവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഡെഫിനറ്റ്ലി ഈസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ്. നവ്യ നായർ പറഞ്ഞ കേസ്.